ഒരു 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 ഫൗൾ വിസിൽ അവിടെ അർജന്റീനയ്ക്ക് അനുകൂലമായി ഉണ്ടാകുന്നു. ഇനി ബാക്കിയുള്ളത് വെറും 14 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. മുബഷീർ പി അക്ബർ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. മലപ്പുറത്തെ ആരാധകർക്കൊപ്പമാണ്. മുബഷീർ, വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരിക്കും മുബഷീറിനെ സംബന്ധിച്ചിടത്തോളം. 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിന്റെ ഗോളിൽ സ്പെയിൻ മുന്നിലെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വെറും 6 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം വിജയം ഉറപ്പിക്കുന്ന രീതിയിൽ, പക്ഷെ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാമെങ്കിലും ഈ ഒരു നിമിഷത്തിൽ വിജയം ഉറപ്പിക്കുന്ന രീതിയിലല്ലേ സ്പെയിനിന്റെ കളി. അവിടുത്തെ ആരാധകർ, അർജന്റീന ആരാധകർ വളരെയധികം നിരാശയിലായിരിക്കുമല്ലോ. തീർച്ചയായും അർജന്റീന ആരാധകർ വലിയ നിരാശയിൽ തന്നെയാണ് വിനേഷ്. മലപ്പുറത്തെ സംബന്ധിച്ച് വലിയ അർജന്റീന ആരാധകരുടെ ഒരു കൂട്ടം തന്നെ ഇന്നത്തെ മത്സരം കാണുന്നതിന് വേണ്ടി മലപ്പുറത്തെ ഈ വലിയ ബിഗ് സ്ക്രീൻ ഒരുക്കിയിരിക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു മുന്നേറ്റം മെസ്സിയുടെ ഭാഗത്ത് കണ്ടു, പക്ഷേ ഗോളാകാതെ പോകുന്ന ഒരു കാഴ്ച. നിരവധി അർജന്റീനിയൻ ആരാധകർ അർജന്റീനയുടെ ഒരു തുടർ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയിരുന്നത്. പക്ഷേ അവരുടെയൊക്കെ തന്നെ മുഖത്ത് വലിയ നിരാശ നമുക്ക് കാണാൻ സാധിക്കും. മന്ത്രിയായിട്ടുള്ള MP അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ ആദ്യഘട്ടം മുതൽ തന്നെ മത്സരം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതാണ്. നഗരസഭാ അധ്യക്ഷയെ പോലെയുള്ള ജനപ്രതിനിധികളുണ്ട്. നിരവധി ആളുകൾ, തലമുറ ഭേദമന്യേ ചെറിയ മക്കളും പ്രായമായവരുൾപ്പെടെ അർജന്റീനയുടെ വലിയൊരു ആരാധക കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്പെയിനിന്റെ ഒരു ആധിപത്യമാണ് നമ്മൾ കണ്ടത്. ബോൾ പൊസിഷനിങ്ങിലാണെങ്കിലും ഗോൾ അറ്റംപ്റ്റിലാണെങ്കിലും പാസുകളുടെ എണ്ണം ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ സ്പെയിനിന്റെ വലിയൊരു മുന്നേറ്റം. ലാമിൻ യമാൽ എന്ന് പറയുന്ന 19കാരൻ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളിലും അർജന്റീനിയൻ ആരാധകരുടെ ഹൃദയത്തിൽ ഇടുത്തി വീഴുന്നത് പോലെയുള്ള കാഴ്ചയായിരുന്നു മലപ്പുറത്തെ ആരാധകരുടെ മുഖത്തും കണ്ടിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ സബ്സ്റ്റിറ്റ്യൂഷനായി ഇറങ്ങിയ ഫെറാൻ ടോറസിലൂടെ തന്നെ ഗോൾ നേടുമ്പോൾ ഇവിടെ ഒരു അത്രത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി ഇവിടെ അർജന്റീനിയൻ ആരാധകർ മാറി എന്നുള്ളതാണ്. ആരാധകർ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് അർജന്റീനയുടെ തിരിച്ചുവരവിന് വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഫെറാൻ ടോറസിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇതാ വില്യൻ അടുത്തൊരു അവസരം വേണ്ടി ശ്രമിക്കും, പക്ഷേ അത് പാഴാക്കി പോകുന്ന കാഴ്ചയും. അതായത് സ്പാനിഷ് തന്ത്രങ്ങൾ അതേ ലോക കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് തന്നെയാണ് മത്സരം കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പാനിഷ് മാനേജർ അദ്ദേഹത്തിന്റെ ഓരോ തന്ത്രങ്ങളും സെക്കൻഡ് ഹാഫിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അത് ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്നു. അതിനനുസരിച്ച് പ്ലെയേഴ്സ് അത് കൃത്യമായിട്ട് കളിയിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ മികച്ചൊരു വിജയത്തിലേക്ക് സ്പെയിൻ മാറുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഒരു ഗോളിന് സ്പെയിൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. നിരവധി ആരാധകരൊക്കെ തന്നെ ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർ കണ്ണിമച്ചില്ലാതെ ഇതാ മെസ്സി മറ്റൊരവസരം, മറ്റൊരു അറ്റംപ്റ്റ് മെസ്സി നടത്തുന്നുണ്ട്. പക്ഷേ അത് ഗോളാകാതെ പാഴാക്കി പോകുന്ന കാഴ്ചയാണ്. മത്സരം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. വിനീഷ്, നമുക്കറിയാം മിനിറ്റുകൾ മാത്രം ബാക്കിയാകുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ അവസാന നിമിഷത്തെ ഒരു തിരിച്ചുവരവ് അർജന്റീന നടത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഇതിഹാസമായിട്ടുള്ള ലയണൽ മെസ്സിയുടെ ചുമലിലേറി അർജന്റീന വീണ്ടും ലോക കിരീടത്തിൽ മുത്തമിടുമോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് മലപ്പുറത്തെ അർജന്റീന ആരാധകരുമുള്ളത്. ആ കാത്തിരിപ്പിൽ തന്നെയാണ്. കേവലം മിനിറ്റുകൾ മാത്രം ബാക്കി. പക്ഷേ സ്പാനിഷ് തന്ത്രത്തെ മറികടക്കാൻ, സ്പാനിഷ് കരുത്തിനെ മറികടക്കാൻ കേവലം മെസ്സിയെ കൊണ്ട് മാത്രം സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ബാക്കിയാകുന്നു. പലപ്പോഴും മത്സരത്തിൽ അർജന്റീനയുടെ മോശം പ്രകടനത്തിൽ നിരാശരാകുന്ന അർജന്റീന ആരാധകരാണ് നമ്മൾ ഇവിടെ കണ്ടത്. കാരണം ഗോൾ പൊസിഷൻ ഉൾപ്പെടെ പരിശോധിക്കുകയാണെങ്കിലും പാസുകളുടെ എണ്ണം ഉൾപ്പെടെ പരിശോധിക്കുകയാണെങ്കിലും പരുക്കൻ കളിയുടെ സ്വഭാവത്തിൽ ഇത്തവണ കളിച്ചിട്ടുള്ളത് അർജന്റീനയാണെന്ന് പറയാതെ വയ്യ. അവരുടെ ഒരു പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റു 2 പ്ലെയേഴ്സിന് യെല്ലോ കാർഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഈ ഫൈനൽ മത്സരം അത് ഒരു വലിയ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം അർജന്റീനയെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ നൽകിയിരുന്ന, വലിയ ആത്മവിശ്വാസം നൽകിയിരുന്ന പ്രകടനം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് ഫൈനൽ മത്സരത്തിലും സ്പാനിഷ് തന്ത്രം, ടിക്കിടാക്ക പോലെയുള്ള സ്പാനിഷ് തന്ത്രമൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കും, കിരീടം ചൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ മത്സരം 117 മിനിറ്റ് പിന്നിടുന്ന ഘട്ടത്തിലും അർജന്റീനയ്ക്ക് തിരിച്ചുവരവ് നടത്താൻ പറ്റാത്ത വിധത്തിൽ സ്പെയിനിന്റെ ഒരു ആധിപത്യം തന്നെയാണ് മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്സരം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അർജന്റീന ആരാധകർ കടുത്ത നിരാശയിലാണ് മലപ്പുറത്തെ അർജന്റീനൻ ആരാധകരുള്ളത്. തിരിച്ചുവരുമെന്ന പ്രതീക്ഷ അവരിൽ ഉണ്ടെങ്കിലും സ്പെയിനിന്റെ പ്രതിരോധ നിരയെ, കുർക്കുരെ പോലെയുള്ള താരങ്ങളെ മറികടന്നുകൊണ്ട് പ്രതിരോധ നിരയെ പൊട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പന്തെത്തിക്കാൻ സാധിക്കുന്നില്ല. അത് കടുത്ത നിരാശ തന്നെയാണ് അർജന്റീന ആരാധകരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ
അർജന്റീന ഇത്തവണ പിന്തുടർന്ന ഒരു പരുക്കൻ കളിയുടെ ശൈലി അത് വലിയ വിഷമമുണ്ടാക്കിയിട്ടുള്ള വിശേഷം പല ഘട്ടങ്ങളിലായിട്ട് അവരുടെ താരങ്ങൾ അനാവശ്യമായ രീതിയിൽ ഫൗൾ ചെയ്യുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അനാവശ്യ ഫൗളിന്റെ പേരിൽ തന്നെയാണ് അർജന്റീനയുടെ ഒരു പ്ലെയർക്ക് ഫെർണാണ്ടസിനെ റെഡ് കാർഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. അനാവശ്യമായിട്ടുള്ള രീതി തന്നെയായിരുന്നു. അത് അർജന്റീനയുടെ ആരാധകരിൽ കടുത്ത നിരാശയുണ്ടാക്കിയെന്ന് പറയാതെ വയ്യ. സ്വാഭാവികമായിട്ടും അത് തോൽവിക്ക് കാരണമാകുമോ എന്നുള്ളതാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഇതാ ഇപ്പോൾ മത്സരം അവസാന മിനിറ്റിലേക്ക് അടുക്കുകയാണ്. 118 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. അർജന്റീന പരമാവധി ശ്രമിക്കുന്നുണ്ട്, പരമാവധി ആക്രമണോത്സുക ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അവർ മത്സരിച്ച് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നു. പക്ഷേ സ്പെയിനിന്റെ പ്രതിരോധ നിരയെ മറികടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. സ്പെയിനിന്റെ താരങ്ങളുടെ സ്റ്റാമിനയെ മറികടന്നുകൊണ്ട് പ്രകടനം കാഴ്ചവെക്കാൻ അർജന്റീന താരങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതായിപ്പോൾ ഒരവസരം അർജന്റീനയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നു. മെസ്സിയാണ് കിക്കെടുക്കാൻ പോകുന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഇംഗ്ലണ്ടിനെ പോലെയുള്ള മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ടീമിനെ തറപറ്റിക്കാൻ അർജന്റീനയെ സംബന്ധിച്ച് സാധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ പ്രതീക്ഷയിൽ തന്നെയാണ് അവർ മുന്നോട്ട് വന്നിരുന്നത്. ഇപ്പോൾ എതിർ പോസ്റ്റിന് അടുത്ത് നിന്നുകൊണ്ട് ഒരറ്റംപ്റ്റ് അത് പുറത്തേക്ക് പോയിരിക്കുന്നു. പക്ഷേ അത് ഗോളാക്കാൻ സാധിക്കുന്നില്ല. അത് ഗോളാക്കാൻ സാധിക്കാതെ മനോഹരമായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ മെസ്സി നടത്തിയിരുന്നെങ്കിലും അത് ഗോളാക്കാൻ സാധിക്കാതെ പുറത്തേക്ക് പാഴായി പോകുന്ന ഒരു കാഴ്ചയാണ്. അത്തരത്തിൽ ഓരോ സെക്കൻഡുകളിലും വലിയ പ്രതീക്ഷ അർജന്റീന താരങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ കേവലം ചെറിയ പുലികളല്ല ഈ സ്പെയിനിന്റെ പ്രതിരോധ നിര എന്നുള്ളത് നമ്മൾ ഈ മത്സരത്തിലൂടെ കണ്ടതാണ്. ടോട്ടൽ ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കളി എന്ന് തന്നെ ഇന്നത്തെ സ്പെയിനിന്റെ മത്സരത്തെ വിശേഷിപ്പിക്കേണ്ടി വരും, അവരുടെ പ്രകടനത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഗോളി മുതൽ അറ്റാക്ക്, മിഡ്ഫീൽഡിലാണെങ്കിലും മുന്നേറ്റ നിരയിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും എല്ലാ താരങ്ങളും ഇപ്പോൾ ഒരു കോർണർ കിക്ക് മിസ് എടുത്തിരിക്കുന്നു. മറ്റൊരു ശ്രമം അർജന്റീന നടത്തും, പക്ഷേ വീണ്ടും അത് പാഴാകുന്ന ഒരു കാഴ്ചയാണ്. അർജന്റീനക്ക് അത് ഗോളാക്കാൻ സാധിക്കുന്നില്ല. കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. വീണ്ടും അർജന്റീനയ്ക്ക് കോർണർ കിക്ക് ലഭിക്കുന്നുണ്ട്. അർജന്റീനൻ ആരാധകരൊക്കെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇവിടെ ഈ മത്സരം വീക്ഷിക്കുകയാണ്. ഇത്തവണയെങ്കിലും അത് ഗോളാകുമെന്ന് പ്രതീക്ഷ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും ഒരു അറ്റംപ്റ്റിലൂടെ കടന്നു പോവുകയാണ്. അതും ഗോളാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരിക്കലും അർജന്റീന ആരാധകർ പ്രതീക്ഷിച്ചൊരു മത്സരമല്ല ഇത്തവണ ഈ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയുടെ ഭാഗത്തുണ്ടായതാ. മറ്റൊരു അറ്റംപ്റ്റ് അത് പുറത്തേക്ക് അടിച്ചിരിക്കുന്നു വിദേശ്. അതും ഗോളാക്കാൻ സാധിക്കാതെ അതും പാഴായി പോയിരിക്കുന്നു. മത്സരം അവസാനിക്കേണ്ട എക്സ്ട്രാ ടൈമിലെ 5 മിനിറ്റ് കൂടിയാണ് അധിക സമയം അനുവദിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കൂടി അധിക സമയം അനുവദിച്ചിരിക്കുന്നു. ഈ 5 മിനിറ്റ് കൊണ്ട് അർജന്റീനയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് സ്പോർട്സ് ആരാധകർ, അർജന്റീനയുടെ ആരാധകർ മാത്രമല്ല കായികാസ്വാദകരൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. അർജന്റീനയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. അർജന്റീന തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ആരാധകരും മലപ്പുറത്ത് ഉൾപ്പെടെ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ്. ബ്രസീൽ നേരത്തെ തന്നെ പുറത്തായി. അർജന്റീന ഫൈനലിലെത്തിയ ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും അധികം ഫുട്ബോൾ ആരാധകരുടെ മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബറാണ് ആരാധകരുടെ ആവേശം അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.